ഹലോ ഗൈസ്, സാൻസർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാവുന്ന കൊഴുക്കട്ടയാണ്. ഇത് അരി പൊടിക്കുകയും വേണ്ട, വറുക്കുകയും വേണ്ട, ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ സോഫ്റ്റ് കൊഴുക്കട്ടയാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ പഞ്ചസാരയൊക്കെ യൂസ് ചെയ്താണ് കൊഴുക്കട്ട ഉണ്ടാക്കുന്നത്. ശർക്കര ഉള്ളവർക്ക് ശർക്കര ഉപയോഗിച്ചും കൊഴുക്കട്ട തയ്യാറാക്കാവുന്നതാണ്. നമ്മളിവിടെ മുറിച്ച് കാണിക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് കൊഴുക്കട്ടയാണ്. നമുക്ക് വീഡിയോയിലോട്ടങ്ങ് പോയാലോ. അതിനായിട്ട് നമ്മൾ 4 മണിക്കൂർ കുതിർത്ത് വെച്ച് പച്ചരി എടുത്തിട്ടുണ്ട്. പച്ചരി വെള്ളം കളഞ്ഞ് നമുക്ക് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. അങ്ങനെ നമ്മൾ വൃത്തിയായിട്ട് പച്ചരി കാര്യങ്ങളൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചരിയൊക്കെ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ മിക്സി ജാറും കാര്യങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ട്. മിക്സി ജാറിലോട്ട് നമ്മൾ പച്ചരി ഇട്ട് കൊടുക്കുകയാണ്. പച്ചരി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് മിക്സി ജാറിലേക്ക്. അങ്ങനെ നമ്മൾ പച്ചരിയും കാര്യങ്ങളൊക്കെ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കാര്യങ്ങളും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിലുള്ള ഉപ്പും കാര്യങ്ങളും ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ 1/4 ടേബിൾ സ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഇത് നമ്മുടെ വീട്ടിലെ ചെടികളോ കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ നമ്മൾ മാവെല്ലാം നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുപ്പ് ചൂടാക്കി ഗ്യാസ് സ്റ്റവിലേക്ക് ഒഴിച്ച് നല്ലപോലെ കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കൈ വിടാതെ തന്നെ നല്ലപോലെ ഇളക്കിയെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. കൈ വിടാതെ നല്ലപോലെ ഇളക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ ഇളക്കിയെല്ലാം മിക്സാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനി കുറുകി ഒരു പരുവത്തിൽ വരണം. ആ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. അങ്ങനെ നമ്മുടെ മാവൊക്കെ അത്യാവശ്യം കുറുകിയൊക്കെ വരുന്നുണ്ട്. നമ്മുടെ മാവ് കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറിയ ശേഷം കുഴച്ചെടുക്കാം. അതിനായിട്ട് നമ്മൾ ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങയും കാര്യങ്ങളൊക്കെ ചിരുകിയെടുക്കാം. അങ്ങനെ തേങ്ങയും കാര്യങ്ങളൊക്കെ നമ്മൾ ചിരുകിയെടുക്കുകയാണ്. നമ്മൾ തേങ്ങയും കാര്യങ്ങളൊക്കെ ചിരുകിയെടുത്തിരിക്കുകയാണ്. ഇനി ആവശ്യത്തിലുള്ള പഞ്ചസാരയും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം തേങ്ങ ചിരുകിയിലോട്ട്. മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർക്കുക. നമുക്ക് പഞ്ചസാരയുടെ പകരം ശർക്കര ചേർത്തും ഉണ്ടാക്കാവുന്നതാണ്. ഇതിന് പഞ്ചസാരയും മധുരം ചേർക്കാതെ തന്നെ തേങ്ങയും മാത്രമായിട്ട് ചേർത്ത് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഷുഗർകാർക്ക് വേണ്ടി മാത്രം. മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് മധുരം ചേർത്തും ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ ഇളക്കി മിക്സാക്കി എടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ചുക്കുപൊടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ചുക്കുപൊടി നമ്മൾ ചുക്കുപൊടിയും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം മിക്സാക്കി എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളങ്ങനെ കൊഴുക്കട്ടയുടെ അകത്ത് വെക്കുകയാണ് ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് മാവൊക്കെ നല്ലപോലെ കുഴച്ചെടുക്കാം. അങ്ങനെ മാവും കാര്യങ്ങളൊക്കെ ചൂടാറി വന്നിട്ടുണ്ട്. ഈ മാവും കാര്യങ്ങളൊക്കെ നല്ലപോലെ കുഴച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മാവും കാര്യങ്ങളൊക്കെ സ്പൂൺ വെച്ച് ഇളക്കി അറ്റത്തെ ഭാഗങ്ങളുടെ മാവെല്ലാം ഒരുമിച്ചാക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ എല്ലാ മാവുകളും കുഴച്ചെടുത്ത് വൃത്തിയായിട്ട് കുഴച്ചെടുക്കുകയാണ്. ഒരു പരുവത്തിലാണ് കിട്ടേണ്ടത് മാവ്. അങ്ങനെ കൈ കൊണ്ട് നമ്മൾ നല്ലപോലെ കുഴച്ചെടുക്കുകയാണ്. അത്യാവശ്യം ചെറിയ രീതിയിൽ കുഴച്ച് നല്ലവണ്ണം കുഴിക്കേണ്ട ആവശ്യമില്ല. മാവൊക്കെ കറക്റ്റ് പാകമാണ്. ജസ്റ്റ് ഒന്ന് കുഴച്ച് കൊടുത്താൽ മാത്രം മതി. അങ്ങനെ നമ്മൾ മാവൊക്കെ ജസ്റ്റ് ഒന്ന് കുഴച്ച് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് കൊഴുക്കട്ടയൊക്കെ റെഡിയാക്കി എടുക്കാം. കൊഴുക്കട്ട റെഡിയാക്കുമ്പോൾ നമ്മുടെ കയ്യിൽ അല്പം വെള്ളവും കാര്യങ്ങളും ചേർത്ത് വെക്കണം. ആദ്യത്തെ ഒരു കൊഴുക്കട്ട നമ്മൾ റെഡിയാക്കി കഴിഞ്ഞായിരുന്നു. അത് നമ്മൾ വീഡിയോയിൽ മിസ്സായി പോയതാണ്. നമ്മളിനി അടുത്ത രണ്ടാമത്തെ കൊഴുക്കട്ട റെഡിയാക്കാൻ പോയാണ്. നമ്മളെ കയ്യിൽ അല്പം വെള്ളം പുരട്ടിയിട്ട് നമ്മൾ വേണം കൊഴുക്കട്ട റെഡിയാക്കി എടുക്കാൻ. അങ്ങനെ നമ്മൾ മാവൊക്കെ എടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ അടുത്ത കൊഴുക്കട്ടയും തയ്യാറാക്കി എടുക്കുകയാണ്. അടുത്ത കൊഴുക്കട്ട തയ്യാറാക്കുമ്പോൾ നമ്മൾ കൊഴുക്കട്ട
കയ്യിൽ നല്ലപോലെ വെള്ളം പുരട്ടി വേണം കൊഴുക്കട്ട തയ്യാറാക്കിയെടുക്കാൻ. അങ്ങനെ നമ്മൾ ആദ്യം കൊഴുക്കട്ട മാവ് എടുത്തിട്ട് നല്ലപോലെ ഉരുട്ടുകയാണ് ചെയ്യുന്നത്. ഉരുട്ടിയ ശേഷം വേണം തള്ളവിരൽ വെച്ച് നമ്മൾ ഒരു കുഴി ഇട്ടുണ്ടാക്കി കൊടുക്കാൻ. കുഴി റെഡിയാക്കിയ ശേഷം വേണം നമ്മൾ കൊഴുക്കട്ടയുടെ അകത്തെ ഫില്ലിങ് വെച്ച് കൊടുക്കാൻ. അങ്ങനെ നമ്മളൊരു കുഴി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലൊരു കുഴി ഉണ്ടാക്കി എടുത്താൽ മതി. എന്നിട്ട് വേണം നമ്മൾ തേങ്ങ ചിരകിയതും കാര്യങ്ങളൊക്കെ സ്പൂൺ വെച്ച് മിക്സാക്കിയ ശേഷം വേണം നമ്മൾ പരത്തി റെഡിയാക്കി എടുക്കുക. ഈ ഒരു രീതിയിലാണ് നിങ്ങൾ കൊഴുക്കട്ടകൾ റെഡിയാക്കി എടുക്കുക. അങ്ങനെ നമ്മൾ ആദ്യത്തെ ഒരു കൊഴുക്കട്ട റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള കൊഴുക്കട്ടകൾ നമുക്ക് റെഡിയാക്കി എടുക്കാം. അതുപോലെ തന്നെ ബാക്കിയുള്ള കൊഴുക്കട്ടകൾ നമുക്ക് റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മളെ കൊഴുക്കട്ടകളെല്ലാം ഉണ്ടാക്കി എടുത്തിരിക്കുകയാണ്. കൊഴുക്കട്ടകളെല്ലാം ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ കൊഴുക്കട്ടകളും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അരി പൊടിക്കുകയും വേണ്ട, വറുക്കുകയും വേണ്ട. എളുപ്പം തന്നെ നമുക്ക് ഇതുപോലത്തെ കൊഴുക്കട്ട വീട്ടിൽ തയ്യാറാക്കി നോക്കാവുന്നതാണ്. അങ്ങനെ നമ്മളിതെല്ലാം ഒരു 10-15 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കാൻ പോവുകയാണ്. അങ്ങനെ അടച്ചൊക്കെ വെച്ചിട്ടുണ്ട്. 10-15 മിനിറ്റ് കൊണ്ട് ആവിയിൽ വേവിച്ചെടുക്കുകയാണ്. അങ്ങനെ ആദ്യം 10-15 മിനിറ്റ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കൊഴുക്കട്ടയും കാര്യങ്ങളൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. അങ്ങനെ കൊഴുക്കട്ട നമുക്ക് സെർവിങ് ബൗളിലോട്ട് മാറ്റിയിട്ട് നിങ്ങളെ കാണിക്കാം. അങ്ങനെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് സെർവിങ് ബൗളിലോട്ട് മാറ്റുകയാണ്. അങ്ങനെ നമ്മൾ സെർവിങ് ബൗളിലോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാം സെർവ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ അടിക്കുക. അടുത്ത വീഡിയോ നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അതുപോലെ തന്നെ